ഇപ്പോൾ ഏറ്റവും പുതിയ വിഷയത്തിലേക്ക് ആദ്യം വരാം. ബഹ്റൈനിലെ ജുമ. എന്താ വിഷയം? ബഹ്റൈനിലെ അറാദ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആ പള്ളിയിൽ നിങ്ങൾക്ക് പോകാം, അന്വേഷിക്കാം, പഠിക്കാം. കണ്ടവർ മുഴുവനും പറയുന്നത് ആ പള്ളിയിൽ സ്ഥിരമായി ജമാഅത്തിന് സ്ത്രീകൾ വരാറുണ്ട്. എല്ലാ ജുമഅക്കും സ്ത്രീകൾ വരാറുണ്ട്. അവിടെ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ വേണ്ടി മാത്രം ഒരു ഭദ്രമായ റൂമുണ്ട്. ആ റൂമിന്റെ ഒരു ഭാഗത്ത് സത്ഹുൻ നിസാ എന്ന് പറയുന്ന ബോർഡ് കാണാം. അതിലേക്കുള്ള എൻട്രൻസ് വഴിയിൽ കാണാം മദ്ഖലുൻ നിസാ എന്നുള്ള ബോർഡ് കാണാം. അവിടെ സ്ത്രീകൾ ഉളൂ ചെയ്യുന്ന ഭാഗത്ത് മഹല്ലുൻ നിസാ എന്ന് പറഞ്ഞ് ഉളൂ ചെയ്യാൻ പ്രത്യേകമായ ഭാഗം കാണാം. ഈ ഒരു പള്ളിയിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ഖുതുബ നിർവഹിച്ചപ്പോ AP അബൂബക്കർ മൗലവി എന്ന് പറയുന്ന ആള് പെണ്ണുങ്ങളെ കണ്ടിയാണ് മൂപ്പര പരാതി. ഇത് സിറാജ് പത്രം. അദ്ദേഹം പറഞ്ഞത് മാത്രം വായിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ബഹുമാനപ്പെട്ട നാട്ടിലെ ഉസ്താദിന് അവ്വറല്ലാഹു മർക്കദ. ഉസ്താദ് പറയാറുണ്ട്, കളവ് പറഞ്ഞാൽ കുടുങ്ങിപ്പോകും മക്കളെ, സത്യം മാത്രം പറഞ്ഞാൽ ഒന്നും സംഭവിക്കൂല. വല്ല കുഴപ്പത്തിനും പെട്ടുപോയോ എന്നാ പറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പം വരില്ല. അതേ സമയത്തോ ഇല്ല എന്ന് പറഞ്ഞാൽ ന്യായീകരിച്ച് താഴെ വഷളാകും. അതുകൊണ്ട് ഇയാൾക്ക് പറഞ്ഞാൽ മതിയായിരുന്നു, ഞാൻ ആ പോയ പള്ളിയിൽ പെണ്ണുങ്ങളെ കണ്ടിട്ടില്ല. കാരണം എന്താ? ഖത്തീബ് ഒരിക്കലും പെണ്ണുങ്ങളെ കാണാൻ പറ്റിയ രൂപത്തിലല്ല. സ്വാഭാവികമാണല്ലോ. ഇദ്ദേഹം ഉള്ളൂത്തേക്ക് കാറിൽ കയറി നേരെ മിഹ്റാബിന് സമീപം വന്നിട്ട് അവിടെ വണ്ടി ഇറങ്ങി മിമ്പറിൽ കയറി ഖുതുബ നിർവഹിച്ചു. സ്ത്രീകളെ കണ്ടിട്ടുണ്ടാവില്ല. അയാളെ കുറ്റപ്പെടുത്താൻ പറ്റൊന്നുമില്ല. അയാൾക്കത് പറഞ്ഞാൽ മതിയായിരുന്നു. അയാൾ പറഞ്ഞത് ഞാൻ വായിക്കാം. ഹഡിങ് എന്താ? ബഹ്റൈൻ ജുമുഅ കുപ്പചരണത്തിന് പിന്നിൽ സുന്നി വിരുദ്ധ ഗൂഢാലോചന. സുന്നി വിരുദ്ധ ഗൂഢാലോചന. പെണ്ണുങ്ങൾക്ക് ഖുതുബോധി കൊടുത്തത് പിന്നെ സുന്നി വിരുദ്ധ ഗൂഢാലോചന. എന്നാ കേട്ടോ, മനാമ. ബഹ്റൈനിൽ ഞാൻ പങ്കെടുത്ത ജുമാ നിസ്കാരത്തിന് പള്ളിയിൽ സ്ത്രീകൾ ഉണ്ടായിരുന്നുവെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്നും ഇതിന് പിന്നിൽ സുന്നി വിരുദ്ധ ലോബിയുടെ വ്യക്തമായ ഗൂഢാലോചന നടന്നതായും ജമിയത്തുൽ ഉലമ അഖിലേന്ത്യാ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ അറിയിച്ചു. കേട്ടോ, ബഹ്റൈനിലെ അറാദ് ജുമാ മസ്ജിദിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച തന്റെ നേതൃത്വത്തിൽ നടന്ന ജുമക്ക് പള്ളിയിൽ ഒരൊറ്റ സ്ത്രീയും പങ്കെടുത്തിട്ടില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അപ്പൊ എന്ത് മനസ്സിലാക്കുമ്പോൾ ഞങ്ങൾ ഇയാള് പള്ളിയിൽ ചെന്നോന്ന് ആകെ നടന്നു, ഇവിടെ വല്ല പെണ്ണുങ്ങളുണ്ടോ നോക്കി നടന്നു എന്നാ. സുബ്ഹാനല്ലാഹ്, അയാൾക്ക് അങ്ങനെ സ്വഭാവം ഉണ്ടെന്ന് ആരാ പറഞ്ഞത്? ഖുതുബോന ഖതീബ് എന്നാലും നിങ്ങൾ ഖുതുബോലിയാ പോരെ, പിന്നെ പെണ്ണുങ്ങളുടെ നോക്കിയെടുക്കണം. അതല്ലേ ഈ പറഞ്ഞത്? നിങ്ങൾ എന്റെ ബാക്കി വായിച്ചു നോക്ക് എന്നിട്ട് പറയുന്നു, ജമിയത്തുൽ ഇസ്ലാമിയുടെ അതിഥിയായിട്ടാണ് ബഹ്റൈനിലെത്തിയത്. ജുമാ നിസ്കാരം നേതൃത്വം നൽകിയ ഈ പള്ളിയുടെ 2 നിലയിലും പുരുഷന്മാർ മാത്രമാണ്. പള്ളിയിൽ സ്ത്രീകൾ പങ്കെടുത്തത് എന്നത് കല്ല് വെച്ച നുണയാണ്. അയാളെ ശരിയാണത്. വല്ലാഹി പറയാൻ പറ്റെടുത്ത് വല്ലാഹി പറയും, അല്ലെങ്കിൽ സുമ്മ വല്ലാഹി കൂട്ടിക്കൊടുക്കും, അല്ലെങ്കിൽ പിന്നെ കല്ല് വെച്ച നോണാന്ന് പറയും. ഇതാ ഞാൻ പറഞ്ഞ കാന്തപുരത്തിന്റെ കല്ല് വെച്ച നോണാണെന്നത്. എന്താ ഈ പറഞ്ഞർത്ഥം? സ്ഥിരമായി അവിടെ ജമാഅത്തിന് പെണ്ണുങ്ങൾ പങ്കെടുക്കാറുണ്ടെന്ന് അവിടുത്തെക്കാർക്ക് പരിചയമുണ്ട്. എല്ലാ ജുമഅക്കും വരാറുണ്ട്. ഇനി ഇയാൾ പറഞ്ഞ സത്യമാണ് എന്ന് സങ്കല്പിക്കാം. എങ്ങനെ? ഇയാൾ വന്ന അന്ന് ഒരൊറ്റ പെണ്ണുങ്ങളും വന്നിട്ടില്ല എന്നാ ഈ മനുഷ്യന്മാർ ഇപ്പൊ എന്താ ധരിക്കുക? സുബ്ഹാനല്ലാഹ്, പെണ്ണുങ്ങൾക്ക് മുഴുവൻ ഇയാളെ പേടിയാണ്. എന്നാലും അതല്ലേ സംഭവിക്കുള്ളൂ. എല്ലാ വെള്ളിയാഴ്ചയും പെണ്ണുങ്ങൾ വരും, എല്ലാ വസത്തിലും പെണ്ണുങ്ങൾ വരും. ഇന്ന് ഇയാളെ വസത്തിലൊക്കെ എന്നാലും പോകാൻ പറ്റൂലട്ടോ എന്ന് മറ്റേ ആളാണ്. ഇതല്ലേ പറഞ്ഞ